നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ പിക്കിൾ റെസിപ്പി ആയിട്ടാണ്. കാരണം ഓണം അടുത്ത് വരികയല്ലേ. അപ്പം നിങ്ങൾ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പിക്കിൾ ഇടാൻ. അപ്പോൾ ഞാനിന്ന് ഇത് ചെയ്യുന്നതിന് പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള കുട്ടികൾക്കൊക്കെ മാങ്ങ മിക്കവാറും സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. ദുബായിലൊക്കെ പിന്നെയും നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ പച്ചമാങ്ങ കിട്ടാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ പച്ചമാങ്ങ ഇല്ലെങ്കിൽ പോലും ഈ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് നിങ്ങൾ പിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 90% ആ ഒരു ടേസ്റ്റോട് കൂടി നിങ്ങൾക്ക് സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റും. അപ്പോൾ ഓണല്ലേ വരുന്നത്, നിങ്ങൾ എന്തായാലും ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് പിക്കിൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഇല്ലെങ്കിൽ പോലും റെഡ് ആപ്പിൾ വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷെ അത് നല്ല പുളിയുള്ള ആപ്പിൾ ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മധുരമുള്ള ആപ്പിൾ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ അസലായിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ പിക്കിൾ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഓണത്തിന്റെ റെസിപ്പീസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ വിനാസ് കഥകളിൽ ഓണ റെസിപ്പീസ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓണ റെസിപ്പീസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടെ റെസിപ്പീസ് ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരാം. അപ്പം അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളരിക്ക വെച്ചുള്ള മോരുകറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് തയ്യാറാക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിൾ അച്ചാറും കൂടെ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ പിക്കിൾ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള ആപ്പിളാണ് കേട്ടോ ഏറ്റവും നല്ലത്. പുളി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളാണ്. അപ്പം ഇത് നിങ്ങൾക്ക് തൊലിയോട് കൂടിയും കട്ട് ചെയ്ത് ഉപയോഗിക്കാം, തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൻ്റെ മേലെ മെഴുക് ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഴുക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ തൊലി കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായി വാഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതിൽ മെഴുകൊന്നും ഇല്ലാത്ത നല്ല ആപ്പിളാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലി കളയുന്നില്ല. കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ മാങ്ങയുടെ തൊലി കളയാറില്ലല്ലോ. ഈ ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തൊലി കളയാതെ ഉപയോഗിക്കുന്നത്. ചെറിയ പീസായിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ആദ്യം തന്നെ ഹാഫായിട്ട് അങ്ങ് മുറിക്കുക. അച്ചാറുണ്ടാക്കാൻ കൊത്തിയരിയണ പോലെ തന്നെ നമുക്ക് ഈ ആപ്പിളിനെ വളരെ ചെറുതാക്കി അങ്ങ് അരിയണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഭാഗം അങ്ങ് റിമൂവ് ചെയ്ത് കളയണം, കുരുവുള്ള ആ മിഡിൽ പോർഷൻ. അതിനുശേഷം വളരെ ചെറിയ സ്ലൈസസ് ആയിട്ട് ഇങ്ങനെ മുറിക്കുക. ഇതിനെ വളരെ നൈസായിട്ട് ഇതിൻ്റെ കൂടെയുള്ള ഒരു ആപ്പിൾ ഞാൻ ഓൾറെഡി അച്ചാറിട്ട് നോക്കിയതാണ്. നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല നൈസായിട്ട് അങ്ങ് കുനുകുനാ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം മൊത്തത്തിൽ ഈ ആപ്പിള് ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ചെറിയൊരു അളവിലേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓൾറെഡി ഞാൻ അളവറിയാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൾ വെച്ചിട്ട് പിക്കിൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ ജാൻചേട്ടനും നന്നായി എന്ന് പറഞ്ഞ കാരണമാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാ മൊത്തത്തിൽ ഞാൻ ഒരു ഗ്രീൻ ആപ്പിൾ വളരെ നൈസാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരല്പം ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കണം കേട്ടോ. ആപ്പിളിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി ബാക്കിയുള്ള ഐറ്റംസും കൂടെ അരിഞ്ഞിട്ട് ഇതിൽ കൂടെ ഇട്ട് കുറച്ച് നേരം വെക്കണം. അപ്പം ആദ്യം ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ അളവ് വളരെ ചെറുത് മതി, ഒരുപാട് ഇഞ്ചി ആവണ്ട. അത് വളരെ നൈസാക്കി, അതായത് പൊടിയായിട്ട് അങ്ങ് അരിഞ്ഞങ്ങ് ഇടണം. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇഞ്ചി ഇടുമ്പോൾ. വെളുത്തുള്ളി നമ്മൾ ഇടുന്നില്ല ഇതിലോട്ട്, ഇഞ്ചി മാത്രമേ ഇടുന്നുള്ളൂ. അതേസമയം വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആപ്പിളിൻ്റെ കൂട്ടത്തിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 2 മുളകാണ് എടുത്തിരിക്കുന്നത്. ഏത് മുളകാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതായത് നീളത്തിലുള്ള മുളക്, അല്ലെങ്കിൽ കാന്താരി മുളക്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഉണ്ടമുളക്, എന്തായാലും കുഴപ്പമില്ല. അതിപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ വളരെ നൈസാക്കി അങ്ങ് അരിയുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതേസമയം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇപ്പോൾ ഗ്രീൻ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കേണ്ട റീസൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്തുള്ള കുട്ടികൾക്ക് എപ്പോഴും ഈ നമുക്കിവിടെ അവൈലബിൾ ആയിരുന്ന പോലെ മാങ്ങ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് മാങ്ങ അച്ചാർ അതിൻ്റെ അത്രയും ആയില്ലെങ്കിൽ പോലും ഏകദേശം രുചി കിട്ടുന്ന അച്ചാർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില, ഇത് നന്നായി വാഷ് ചെയ്തിരിക്കുന്ന കറിവേപ്പിലയാണത്. ഇത് വളരെ നൈസാക്കി അങ്ങ് അരിയാനുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടികളാണ്. പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയുടെ പൊടി, 1/4 ടീസ്പൂണോളം ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്, അത് ഇതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാട്ടോ ഒരല്പം, പക്ഷെ ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. അപ്പോൾ ഈ 3 പൊടികളും കൂടെ ചേർത്ത് അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഈ മാങ്ങച്ചാർ ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയറാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. കാരണം ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ട് നമ്മുടെ പച്ചമാങ്ങയുടെ അത്ര എന്തായാലും പുളി കാണില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വിനീഗർ എടുത്തിരിക്കുന്നത് വൈറ്റ് വിനീഗറാണ്. അതുപോലെ തന്നെ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള വിനീഗറാണ്. ഇത് പച്ചയ്ക്കുള്ള വിനീഗർ അല്ല കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ വിനീഗർ കുറച്ച് തിളപ്പിക്കുക, അതിനുശേഷം ചൂടാറ്റുക, അതിനുശേഷം നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയാം, കാരണം ഓരോ ആപ്പിൾ അനുസരിച്ചും വിനീഗറിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചേർത്ത് നോക്കിയിട്ട് തന്നെ നിശ്ചയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, അവസാനം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. വെള്ളം നന്നായി തിളപ്പിക്കുക, ചൂടാറ്റുക, അതിനുശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അളവ് ഞാൻ ഒഴിച്ചിട്ട് പറഞ്ഞുതരാം എത്ര ഒഴിച്ചു എന്ന്. ഇത് മതിയാവും അല്ലേ? 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ കേടാവാതിരിക്കും. പുറത്ത് വെക്കുകയാണെങ്കിൽ തന്നെ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണെങ്കിൽ 1 മാസം വരെ ഇരിക്കും. ഉപ്പ് കുറച്ചും കൂടെ വേണം, പുളി ആവശ്യത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇരിക്കുമ്പോൾ പുളി ഇറങ്ങിക്കോളും. ഉപ്പ് അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ കൂട്ടത്തിൽ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കൊതിയൂറും ആപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുക. വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറിയ വെള്ളം കുറച്ചും കൂടെ ഒഴിക്കാം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വിനീഗർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനീഗർ ഉണ്ടല്ലോ, തിളപ്പിച്ച് ആറ്റിയ വിനീഗർ, അത് ഒഴിച്ചു കൊടുക്കുക. ഉപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ചൂടാറിയതിന് ശേഷം ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ പുറത്തൊരു 2-3 ദിവസം സൂക്ഷിക്കാൻ പറ്റും. ഇത് നമ്മൾ വേറെ ഒന്നും വഴറ്റാത്ത കാരണമാണ് ഞാൻ പുറത്ത് 2-3 ദിവസം വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം. അതേസമയം സാധാരണ അച്ചാറാണെങ്കിൽ പുറത്ത് കുറേ ദിവസം വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത് വഴറ്റാത്ത കാരണം, ഒരു ഇൻസ്റ്റൻ്റായ അച്ചാറായ കാരണം 3 ദിവസം വെക്കുക. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം മുമ്പ് ഇത് അച്ചാർ ഉണ്ടാക്കി വെക്കാം. നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കേടാവില്ല. ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചേർത്തിരിക്കുന്ന മുളക് പൊടി ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ള മുളക് പൊടിയാണ്. അതായത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഉലുവയുടെ പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ള പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ പോയിന്റ് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഒരുപാട് അങ്ങ് വറക്കാൻ പാടില്ല, അപ്പോൾ ആ മുളക് പൊടിയുടെ സ്മെല്ല് വേറെയും മാറും. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനലായിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി, അസലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ ആപ്പിൾ പിക്കിള്. അപ്പോൾ നമ്മുടെ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള പിക്കിള്. ആരോടും പറയണ്ട അത് ഗ്രീൻ ആപ്പിൾ ആണെന്നുള്ള കാര്യം. വിളമ്പിയിട്ട് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവരും കൂടി പറയുമല്ലോ. ആ സമയത്ത് മാത്രം ഇത് വെളിപ്പെടുത്തിയാൽ മതി, നമ്മുടെ ഗ്രീൻ ആപ്പിൾ എന്നുള്ള സംഭവം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? വീനാസ് കറിവേളിൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീനാസ് കറിവേളിൽ ഓണത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പീസും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2-3 റെസിപ്പീസും കൂടി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണിമാങ്ങച്ചാർ എന്തായി എന്ന്. ഈ കണ്ണിമാങ്ങച്ചാർ നല്ല സൂപ്പറായിരിപ്പുണ്ട്. ഞാനൊന്ന് കുലുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ഞാൻ കാണിച്ചു തരാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ പോയപ്പോഴും കണ്ണിമാങ്ങച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത് കണ്ടില്ലേ? കൺസിസ്റ്റൻസി കണ്ട, നമുക്ക് പാകത്തിനുള്ള കട്ടി വെച്ചിട്ടുണ്ട്. ഓഹ്, എന്താ വാസന എന്ന് പറയാം തുറക്കുമ്പോൾ. എങ്ങനെയുണ്ട് കാഴ്ചയിൽ? സൂപ്പറായിട്ടില്ലേ? ഫോട്ടോ എടുക്കണം, എന്നിട്ട് നമ്മൾ അച്ചാറിൻ്റെ തമ്മനയിലൊക്കെ ഒന്ന് മാറ്റണം. ഒന്ന് ടേസ്റ്റ് ചെയ്തേട്ടാ. ആഹാ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാർ മാറി നിൽക്കും കേട്ടോ. അത്രയും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ
മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കി വയ്ക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ചാറിന് കൂടുതൽ ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ മുളക് പൊടി, കുറച്ച് ഇതിൻ്റെ ചാറ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു കേടുണ്ടാവില്ല. കാരണം ഞാൻ നാട്ടിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്, അസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് എല്ലാം ഭരണിയിലൊക്കെ ആക്കി വെച്ച് പോന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് അടുത്ത വർഷം ചെല്ലുമ്പോൾ അതും സൂപ്പറായിട്ട് ഇരിപ്പുണ്ടാവും. ഇത് കേടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നമ്മൾ അച്ചാർ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാറിന് ഒരു കേടും വരില്ല. അപ്പോൾ ഞാൻ അടച്ചു വെക്കട്ടെ. നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ.